സൂര്യകാന്തി. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയ ഗൗതം കണ്ടത് ഗാർഡനിൽ എന്തോ ചിന്തിച്ചിരിക്കുന്ന ഇഷാനിയാണ്. ഗൗതം അവളുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ താൻ വന്നതൊന്നും അറിയാതെ എന്തോ ഗാഢമായ ചിന്തയിലാണ് കക്ഷി. ഇഷു, എന്താ ആലോചിച്ചിരിക്കുവാടോ? തനിക്കിതെന്തു പറ്റി? താൻ ഈ ലോകത്തൊന്നുമല്ലല്ലോ. ഇങ്ങനെയെങ്കിൽ തന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലും താൻ അറിയില്ലല്ലോ, ഗൗതം പറഞ്ഞു. ചിന്തയിൽ നിന്നുണർന്ന ഇഷാനി മങ്ങിയ പുഞ്ചിരിയോടെ, ആ കണ്ണേട്ടനോ? കുറേ സമയമായോ വന്നിട്ട്? ഞാനറിഞ്ഞില്ല. താനെങ്ങനെ അറിയും? അതിന് താൻ ഇവിടെയൊന്നുമല്ലല്ലോ. എന്തു പറ്റി തനിക്ക്? കുറേ ദിവസമായല്ലോ ഈ മൂഡ് ഔട്ട്. ഞാൻ ശ്രദ്ധിക്കുന്നു. അത് കണ്ണേട്ടാ. ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ചിലത് പറയാനുണ്ടെന്നും? പറഞ്ഞു. അത് പിന്നീടൊരിക്കൽ പറയാമെന്നും താനല്ലേ പറഞ്ഞത്? അപ്പോഴേക്കും കണ്ണേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഇഷാനി ഗൗതത്തെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഇഷാനിയുടെ അങ്ങനെയൊരു നീക്കം ഗൗതം പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തു പറ്റി മോളെ? നീ കരയാതെ കാര്യം പറ, നമുക്ക് പരിഹരിക്കാം, ഗൗതം പറഞ്ഞു. കണ്ണേട്ട, എനിക്ക്... ബാക്കി പറയാതെ പിന്നെയും ഗൗതത്തിൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഗൗതം അവളെ തിരികെ പുണർന്നുകൊണ്ട് തലയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൾക്കും അതൊരു ആശ്വാസമായിരുന്നു. ഏങ്ങലടികൾ കുറഞ്ഞതും ഗൗതം അവളുടെ മുഖം പിടിച്ചുയർത്തി. മോൾ എന്തിനാ വിഷമിക്കുന്നത്? ഏട്ടനില്ലേ കൂടെ? പിന്നെന്താ? ഏട്ടാ, എനിക്ക് വേണം എൻ്റെ നിഖിലിനെ. ഏട്ടൻ എനിക്ക് നേടിത്തരുമോ? ഇഷാനി ചോദിച്ചു. നിഖിലോ? അതാരാ? ഗൗതം ചോദിച്ചു. ഓഫീസിൽ വെച്ച് എനിക്കൊരു ഫോൺ വന്ന് ഞാൻ പുറത്തേക്ക് പോയില്ലായിരുന്നോ? അത് നിഖിലാണ് വിളിച്ചത്. എന്തിനാണെന്നറിയാമോ? അവനെ മറന്നേക്കാൻ പറയാൻ. ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ഇഷു, മോളിങ്ങനെ കരയാതെ എന്ന് പറഞ്ഞ് ഗൗതം കണ്ണീർ തുടച്ചു കൊടുത്തു. അവളെയും കൊണ്ട് അടുത്തുള്ള സിമന്റ് ബെഞ്ചിലിരുന്നു. ഇനി പറയ്, എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? ഇഷാനി മുഖമമർത്തി തുടച്ചുകൊണ്ട് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. നിഖിൽ മാധവ്, റാം മാധവിൻ്റെയും നീന മാധവിൻ്റെയും ഒരേ ഒരു മകൻ. അച്ഛന് ബിസിനസ്സാണ്, അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. പാലക്കാടാണ് സ്വദേശം. ഞങ്ങൾ ഒരുമിച്ചാണ് ഡിഗ്രി ചെയ്തിരുന്നത്. നല്ല ഫ്രണ്ട്സായിരുന്നു. പിന്നീട് എപ്പോഴോ അത് പ്രണയമായി മാറി. ഞങ്ങളുടെ കൂടെ അവനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യം വീട്ടിൽ പോയി പറഞ്ഞ് അച്ഛനെയും അമ്മയെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു പോയതാ. അതിനിടയിൽ കാര്യങ്ങൾ ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല. ഞാൻ പറഞ്ഞില്ലേ അച്ഛന് ബിസിനസ്സാണെന്ന്. ബിസിനസ്സിൽ എന്തോ ലോസ് ഉണ്ടായി. എല്ലാം നഷ്ടപ്പെടുമെന്ന അവസ്ഥയായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിഖിലിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് സഹായിക്കും. പക്ഷേ അയാളുടെ മകളെ നിഖിൽ വിവാഹം ചെയ്യണം. അച്ഛൻ വാക്കും കൊടുത്തു. നിഖിലിന് ഞങ്ങളുടെ കാര്യം പറയാനും പറ്റിയില്ല. അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നിഖിലിന് ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. അതുകൊണ്ട് അവനെ എന്നേക്കുമായി മറന്നേക്കാൻ എന്നോട് പറഞ്ഞത്. എനിക്ക് ഈ ജന്മം അവനെ മറക്കാനാവില്ല. നിഖിലിന് അവൻ്റെ അച്ഛനെ ധിക്കരിക്കാനും വയ്യ. ഏട്ടൻ പറയ്, ഞാൻ എന്തു വേണം? ഇഷാനി പറഞ്ഞു. നിഖിലിൻ്റെ അച്ഛന് എന്ത് ബിസിനസ്സാണ്? അത് RM ഗ്രൂപ്പ്സിൻ്റെ MD ആണ് നിഖിലിൻ്റെ അച്ഛൻ. വാട്ട്? RM ഗ്രൂപ്പ്സോ? ഗൗതം ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ ഏട്ടാ, RM ഗ്രൂപ്പ്സ്. ഏട്ടൻ അറിയാമോ? അവരുമായി നമ്മൾക്കും ബിസിനസ്സുണ്ട്, ഗൗതം പറഞ്ഞു. മോള് വിഷമിക്കേണ്ട, ഇത് ഏട്ടൻ നോക്കിക്കോളാം. മോൾക്ക് തന്നെ നിഖിലിനെ കിട്ടും. അത് ഈ ഏട്ടൻ തരുന്ന വാക്കാ, ഗൗതം പറഞ്ഞു. മോളിപ്പോൾ സന്തോഷമായി അകത്തേക്ക് പൊയ്ക്കോ. ഏട്ടന് ഒരാളെ കാണാനുണ്ട്, ഗൗതം പറഞ്ഞു. ശരി ഏട്ടാ എന്ന് പറഞ്ഞ് ഇഷാനി സന്തോഷത്തോടെ അകത്തേക്ക് പോയി. ഹലോ മിസ്റ്റർ റാം മാധവ്. യെസ്, ഐ എം ഗൗതം കൃഷ്ണ ഫ്രം GK ഗ്രൂപ്പ്സ്. സാർ, ക്യാഷ് ഉടനെ തന്നെ റെഡിയാവും. മകൻ്റെ വിവാഹമാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാം സെറ്റിൽ ചെയ്യാം സാർ, അയാൾ വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞു. സി മിസ്റ്റർ റാം മാധവ്, ഞാനിപ്പോൾ വിളിച്ചത് അത് പറയാനല്ല. എനിക്ക് തന്നെ ഒന്ന് കാണണം. സംതിങ് പേഴ്സണൽ. ഓക്കെ സാർ, ഞാനിപ്പോൾ വരാം, റാം മാധവ് പറഞ്ഞു. ലൊക്കേഷൻ ഞാൻ അയക്കാം, ഗൗതം പറഞ്ഞു. ഓക്കെ സാർ. ഉടൻ തന്നെ ഗൗതം റാം മാധവിനെ കാണാനായി പുറപ്പെട്ടു. റാം മാധവുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. GK ഗ്രൂപ്പ്സുമായി ഒരു ബന്ധം റാം മാധവിന് ചിന്തിക്കാൻ കൂടി കഴിയാത്തതായിരുന്നു. അദ്ദേഹത്തിന് പരിപൂർണ സമ്മതമായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമായതിനു ശേഷം ഗൗതം നേരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തിയ ഗൗതം ഇഷാനിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
ഇനി അവർ ഒരു ദിവസം ഇവിടേക്ക് വരും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം നമുക്ക്. ഇപ്പോൾ ഇഷുമോൾക്ക് സന്തോഷമായോ? ഗൗതം ചോദിച്ചു. സന്തോഷത്താൽ ഇഷാനി ഗൗതത്തെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. ഇത് കണ്ടുകൊണ്ടാണ് വനജയും പത്മിനിയും വന്നത്. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇന്നെന്താ ഇഷുമോക്ക് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? സന്തോഷത്തിൻ്റെ കാരണം ഞങ്ങൾക്ക് കൂടി അറിയട്ടെ, പത്മിനി പറഞ്ഞു. സന്തോഷമോ? ഈ സന്തോഷത്തിന് കാരണം കണ്ണേട്ടനാ, ഇഷു പറഞ്ഞു. കണ്ണനോ? അവനെന്തു ചെയ്തു? വനജ ചോദിച്ചു. അത് ആൻറ്റി വഴിയേ അറിയും, ഗൗതം പറഞ്ഞു. അപ്പോഴേക്കും ഇഷാനിയുടെ ഫോൺ റിങ് ചെയ്തു. ഡിസ്പ്ലേയിലേക്ക് നോക്കിയ ഇഷാനിയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. ഏട്ടാ, ചെല്ല്, ഗൗതം പറഞ്ഞു. ഇഷാനി ഫോണുമായി പുറത്തേക്ക് പോയി. അവൾ ഓടിപ്പോകുന്നത് പുഞ്ചിരിയോടെ ഗൗതം നോക്കി നിന്നു. എന്നിട്ട് മുകളിലേക്ക് കയറിപ്പോയി. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് വനജയും പത്മിനിയും നിന്നു. പിറ്റേ ദിവസം ആര്യ ഓഫീസിലേക്ക് പോകുവാൻ റെഡിയായി നിൽക്കുമ്പോൾ മുത്തശ്ശി വെണ്ണയും എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഇത് പുരട്ടിയിട്ട് പൊയ്ക്കോ, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വേദനയൊക്കെ കുറഞ്ഞില്ലേ? ശരിയാണ്, അവൾ മുത്തശ്ശി പറഞ്ഞതുപോലെ ചെയ്തു. എന്നിട്ട് അവരുടെ കവിളിൽ ഒരു ഉമ്മയും കൂടി കൊടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഒരു പാരിജാത പൂവ് നുള്ളിയെടുത്ത് തൻ്റെ ഈറൻ മുടിയിൽ തിരികി. ബസ് ഇറങ്ങി ഓഫീസിലേക്ക് നടക്കുന്നതിനിടയിൽ കണ്ടു ഗൗതത്തിൻ്റെ വണ്ടി കടന്നു പോകുന്നത്. ഓഫീസിലെത്തിയപ്പോൾ അവൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി. എല്ലാവരെയും നോക്കി ഒരു പുഞ്ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് അവൾ നേരെ തന്നെ ക്യാബിനിലേക്ക് പോയി. അവിടെ ചെന്നതും കണ്ടു തൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വരുന്ന വിഷ്ണുവിനെ. ഡീ, ഇന്നലെ നിന്നെ എത്ര തവണ ഫോൺ വിളിച്ചു, എന്നിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? അത് എനിക്ക് നല്ല തലവേദനയായിരുന്നു, അതായിരുന്നു ഫോൺ എടുക്കാത്തത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറഞ്ഞോ? കുറഞ്ഞു, ആര്യ പറഞ്ഞു. നിന്നെ സാറ് വിളിക്കുന്നു, വിഷ്ണു പറഞ്ഞു. എന്ന് പറഞ്ഞ് ആര്യ ഗൗതത്തിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. ആര്യ ഡോർ നോക്ക് ചെയ്ത് കമ്മിങ്. അവൻ്റെ അനുവാദം വന്നതും അവൾ അകത്തേക്ക് കയറി. ഗൗതം ആരെയോ ഫോൺ ചെയ്യുകയായിരുന്നു. കൃഷ്ണകുമാർ സാറിനെ ആണെന്ന് ആര്യയ്ക്ക് മനസ്സിലായി. അവിടേക്ക് കയറിയപ്പോൾ ശരീരത്തിലൊക്കെ ഒരു വിറയൽ പടരുന്നത് പോലെ ആര്യയ്ക്ക് തോന്നി. ഗൗതം അവളോട് ഇരിക്കൂ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ്റെ ഓപ്പോസിറ്റായി കിടന്ന കസേരയിൽ ആര്യ ഇരുന്നു. ഗൗതം ഇരിപ്പിടത്തിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് തൻ്റെ ഫോൺ സംഭാഷണം തുടർന്നുകൊണ്ട് റൂമിലൂടെ നടന്നു. എഴുന്നേറ്റു പോകണോ വേണ്ടയോ എന്ന ചിന്തയിൽ ഇരുന്ന ആര്യയുടെ അടുത്തേക്ക് ഗൗതം പെട്ടെന്ന് വന്നു നിന്നു. അവളുടെ മുടിയിൽ തിരികിയ പാരിജാതം നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. കുനിഞ്ഞ് അതെടുത്ത് ഒന്ന് മണത്തിട്ട് അവൻ അത് അവളുടെ മുടിയിലേക്ക് തിരികെ വെച്ചു. അവൻ്റെ ശ്വാസം തട്ടിയതും ആര്യ വിയർക്കാൻ തുടങ്ങി. കൈലേസ് കൊണ്ട് തൻ്റെ മേൽചുണ്ടും കഴുത്തും തുടച്ചുകൊണ്ട് അവൾ മെല്ലെ എഴുന്നേക്കാൻ തുടങ്ങിയതും ഗൗതം ഫോൺ എടുത്ത് അവൻ്റെ കാതോരം ചേർത്ത് വെച്ചിട്ട് ഇരു കൈകൾ കൊണ്ടും അവളെ ഇടുപ്പിലൂടെ വളഞ്ഞ് അവളെ പിടിച്ച് ഇരുത്തി. ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ അരിക്കും പോലെ അവൾ അറിഞ്ഞു. ഒച്ച വയ്ക്കാനോ ഒന്നും പറയാനോ കഴിയുന്നില്ല. കാരണം മറുവശത്ത് കൃഷ്ണകുമാർ സാറാണ്. എന്തെങ്കിലും കേട്ടാൽ പിന്നെ അതോടെ തീരും. ശ്വാസം പിടിച്ചു വെച്ചു ആര്യ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും ഗൗതം വന്ന് തൻ്റെ ചെയറിലിരുന്നു. എന്താണ് ആര്യനന്ദ, തൻ്റെ തലവേദനയൊക്കെ മാറിയോ? ഇനി മാറിയില്ലെങ്കിൽ മാറാനുള്ള മരുന്ന് ഞാൻ തരാം, അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഗൗതം പറഞ്ഞു. എനിക്ക് തലവേദന ഒന്നുമില്ല, ആര്യ ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേ, ഇങ്ങനെ നോക്കല്ലേടി പെണ്ണെ, എൻ്റെ കൺട്രോൾ പോവും കേട്ടോ. തനിക്ക് കൺട്രോൾ പോകുമെങ്കിൽ പോയി. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് അവിടെ നിന്നും പോകാനൊരുങ്ങി. ഡീ, ഡോർ ഓപ്പൺ ചെയ്യാനൊരുങ്ങിയതും ഗൗതത്തിൻ്റെ വിളിയൊച്ച കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് വരുന്നവനെ. ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ആര്യ അവിടെ തന്നെ നിന്നു. ഗൗതം വന്ന് ആര്യയുടെ കീഴ്ചുണ്ട് ഒന്ന് മലർത്തി. ചി, വിടടോ. അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി. ഓ, മുറിഞ്ഞോന്ന് നോക്കട്ടെ. അവൻ അവളെ ചൂഴ്ന്നു നോക്കി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇമ്മാതിരി പരിപാടിയുമായി എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. സാറ് ഉദ്ദേശിക്കുന്ന ടൈപ്പ് പെണ്ണല്ല ഈ ആര്യനന്ദ. അതുകൊണ്ട് സാർ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും കാണിക്കരുത് പ്ലീസ്, ആര്യ പറഞ്ഞു. ഞാൻ ഇനിയും നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ കാണിക്കും, ഒരു കള്ളച്ചിരിയോടെ ഗൗതം പറഞ്ഞു. ഗൗതത്തെ ദഹിപ്പിച്ചു നോക്കിയിട്ട് ആര്യ തൻ്റെ ക്യാബിനിൽ പോയി തൻ്റെ വർക്കുകൾ ചെയ്യാൻ ആരംഭിച്ചു.
ആ ദിവസം പിന്നീട് ഗൗതവും ആര്യയും തമ്മിൽ കണ്ടില്ല.